ഒരു കിടിലനായിട്ടുള്ള മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു ഡ്രാഗൺ. ആൻഡ് ലാസ്റ്റ് വീക്കാണ് പടം റിലീസായത്. 21st റിലീസായ പടം ഏകദേശം ഒരു 1 വീക്കിന് ശേഷമാണ് ശരിക്കും കാണാൻ പറ്റിയത്. പല തിയേറ്ററുകളിലും പ്രോപ്പർ ഷോ ടൈമിങ്സ് ഉണ്ടായിരുന്നില്ല. ആൻഡ് അതിന് പറ്റിയ ഒരു ഷോ ടൈമിങ്സ് അവൈലബിൾ ആയപ്പോഴാണ് നല്ലൊരു ക്രൗഡഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ഇരുന്ന് കാണാൻ സാധിച്ചത്. തൃശ്ശൂർ അകത്തു നിന്നാണ് കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ് രംഗനാഥൻ ആൻഡ് അശ്വത് മാരിമുത്ത് ഈ രണ്ടു പേരിലായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം ഇവരുടെ പ്രീവിയസ് മൂവീസ് ആയാലും ആ ഒരു കോംബോ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോമിസിംഗ് ആയിട്ടുള്ളത് അവർ ഓഫർ ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു പ്രതീക്ഷ ശരിക്കും കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു ഡ്രാഗൺ. ശരിക്കും പറഞ്ഞാൽ ആ പടം തുടങ്ങി പിന്നീട് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ പലയിടത്തും നോക്കി ഇതൊരു നോർമൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് സ്റ്റോറി ആണല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു കണ്ടന്റ് ഉണ്ട്. കണ്ടന്റ് ഈസ് ദ കിങ് എന്ന് നമ്മൾ പറയുമല്ലോ, അത് തന്നെയാണ് ശരിക്കും ഇവിടെ കാണാൻ സാധിച്ചത്. അവർ ആ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റിനെ നല്ല രീതിയിൽ തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു പ്രദീപിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ടൈറ്റിൽ ക്യാരക്ടറായിട്ടുള്ള ഡ്രാഗൺ എന്നുള്ള ഒരു മൊത്തം പെർഫോമൻസ് ഒരു തന്റെ ഷോൾഡറിൽ തന്നെയായിരുന്നു ആ പടത്തിനെ കൊണ്ടുപോയത്. ആൻഡ് പലയിടത്തും ആ ഒരു സിറ്റുവേഷൻ കോമഡീസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ചില അവസ്ഥകളുണ്ട്. പലർക്കും ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില അവസ്ഥകളും അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നമുക്ക് തോന്നിപ്പോകും ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന അവസ്ഥ നമ്മൾ തന്നെയാണോ അനുഭവിക്കുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും അതെല്ലാം പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഓഡിയൻസിലേക്ക് അവർ എത്തിച്ചിട്ടുള്ളത്. ആ ഒരു കണ്ടന്റിനെ അവർ കൊടുത്തിട്ടുള്ള ഒരു ശ്രദ്ധ തന്നെയാണ് ഈ സിനിമയിൽ ശരിക്കും എടുത്തു പറയേണ്ട കാര്യം. പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ പല സാഹചര്യങ്ങൾ അനുസരിച്ച് ഇപ്പൊ നമ്മുടെ ചുറ്റും നടക്കുന്ന കഴിഞ്ഞ ഒരാഴ്ചയോളായിട്ട് നമ്മൾ കേൾക്കുന്ന പല ന്യൂസുകളും ശരിക്കും പേടിപ്പിക്കുന്ന ഒന്നാണ്. പ്രോപ്പർ ഇപ്പൊ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു അവയർനെസ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് തന്നെയാണ് തോന്നിയത്. ആൻഡ് പിന്നെ പറയേണ്ട കാര്യം, പലരും പറഞ്ഞു സിനിമ വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഇൻഫ്ലുവൻസും സിനിമ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാറിയോനോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു മെസ്സേജ് ഹോൾഡ് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണിത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പടം കണ്ടിറങ്ങുമ്പോൾ എവിടെയൊക്കെ നമ്മളെ ചിരിപ്പിക്കും, എവിടെയൊക്കെ നമ്മളെ കരയിക്കും, എവിടെയൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ്. ആൻഡ് പെർഫോമൻസിൽ എടുത്തു പറയേണ്ടത് മിഷ്കിൻ ആൻഡ് അതുപോലെ തന്നെ ജോർജ് മരിയാന്റെ ആ ഒരു അച്ഛൻ ക്യാരക്ടർ കിടിലനായിരുന്നു. കാരണം പ്രദീപിന്റെയും ആ ഒരു ജോർജ് മരിയന്റെ ആ ഒരു അച്ഛൻ മകൻ ക്യാരക്ടർ കോംബോ ശരിക്കും വർക്കൗട്ടായി. പല സീനുകളിലും നമ്മളെ അത്രത്തോളം ഒരു ഇമോഷണലി അത്രത്തോളം സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് മിഷ്കിൻ. ശരിക്കും കിട്ടിയ റോൾ അദ്ദേഹം സിമ്പിൾ ആയിട്ട് തന്നെ എന്താ ഒരു അടിത്തകർത്തു എന്ന് തന്നെ പറയാം. പലയിടത്തും നല്ല രീതിയിൽ തന്നെ പ്രദീപിനേക്കാൾ സ്കോർ ചെയ്തു പോയ കുറെ സീനുകൾ ഉണ്ടായിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കാം. നല്ല സിനിമകൾ ഇനിയും ഇറങ്ങട്ടെ, നല്ല സിനിമകൾ വിജയിക്കട്ടെ. പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.